നിയമന ക്രമക്കേടിൽ വീണ്ടും മാധ്യമങ്ങളെ പഴിച്ച് PSC. കോടതി തീർപ്പാക്കിയ പരാതികൾ വീണ്ടും ആക്ഷേപമായി അവതരിപ്പിക്കുന്നുവെന്ന് PSCയുടെ വാർത്താക്കുറിപ്പ്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വിശദീകരണം. നിയമനക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും വിമർശനവുമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കോടതികൾ തീർപ്പാക്കിയ പരാതികൾ വീണ്ടും പുതിയ ആക്ഷേപമായി അവതരിപ്പിക്കുന്നെന്നാണ് PSC വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നത്. അതേസമയം ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കമ്മീഷൻ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ 15-ലധികം തസ്തികകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിവിധ ആക്ഷേപങ്ങൾ ഉയരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് PSC എന്നും വിശ്വാസ്യതയാണ് സ്ഥാപനത്തിന്റെ മുഖമുദ്രയെന്നും കമ്മീഷൻ അവകാശപ്പെടുന്നു. എല്ലാ നടപടികളും സുതാര്യമെന്നാണ് PSCയുടെ വിശദീകരണം. ആസൂത്രണ ബോർഡ് പരീക്ഷാക്രമക്കേടിലെ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷന്റെ കമ്പ്യൂട്ടർ സംവിധാനം പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികളുമായി പൂർണ്ണ സഹകരണം തുടരുകയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിൽ പ്രസന്റ് സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റായി പരിഗണിച്ചത് PRD അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് PSCയുടെ വിശദീകരണം. DYSP ഡയറക്ട് നിയമനവുമായി ബന്ധപ്പെട്ട സാമുദായിക സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പരാതിയിൽ തുടർ നടപടികൾക്കായി റവന്യൂ വകുപ്പിന് കൈമാറിയതായും കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ മറുവശത്ത് PSCയുടെ ആഭ്യന്തര വിജിലൻസ് SP നടത്തിയ അന്വേഷണത്തിൽ തന്നെ വിവിധ നിയമനവുമായി ബന്ധപ്പെട്ട ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.